അണ്ണനങ്ങ് അയ്യടാന്നായല്ലോ. പിന്നെ ആവാതെ. എടാ ഉവ്വേ, കോടീശ്വരന് അമ്മായപ്പോ വടിയായപ്പോ പുള്ളിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എവിടുന്നോ മണത്തറിഞ്ഞ് മകൾക്ക് ഏതാണ്ട് മൂപ്പിലാൻ കൊടുക്കുന്ന ഒരു സ്പൈ റിപ്പോർട്ട് കിട്ടിയപ്പോഴാ പെണ്ണും പിള്ളയായിട്ട് കോംപ്രമൈസിന് ഇറങ്ങിയത്. ഇതിപ്പോ ചീറ്റി. എന്റെ പേര് വിവേക്. ഞാൻ സാറിനെ കാണാനായിട്ട് വന്നാണ്. യു ആർ വെൽക്കം. എവിടുന്നാ? ഞാൻ അഖിലയുടെ ഫ്രണ്ടാ. അഖിലയുടെ അമ്മ താമസിക്കുന്ന കരുണാലയത്തിന്റെ മാനേജറാണ്. അങ്ങനെയാണ് അവരെ രണ്ടുപേരെയും പരിചയം. ഗുഡ്. നമുക്ക് അങ്ങോട്ടിരിക്കാം. പറയൂ. അഖിലയുടെ അമ്മയോട് ഞങ്ങൾ സംസാരിച്ചു. അഖിലയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നതും ശരി. കാരണം അഖില കുടുംബത്തിന്റെ റിയൂണിയൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ഇപ്പോ ഒരു നല്ല മാനസികാവസ്ഥയിലാണ്. ഒരു കൂടിച്ചേരൽ, ഒരുമിച്ചെല്ലാം മറന്നൊരു ജീവിതം. അവരിപ്പോ അതിന് തയ്യാറാണ് സർ. ഇനി സാറൊന്ന് വന്നാ മതി. ഒരു പുതിയ ജീവിതം എന്ന് തന്നെ പറയാം. അതിന് വൈകാതെ തുടങ്ങാം സർ. പുതിയ ജീവിതം, പുതിയ തുടക്കം, ഒരു പുതിയ അധ്യായം. ലിറ്ററലി അങ്ങനെ പല രീതിയിലും പറയാം. അനിയ വിവേകേ, നമുക്കതിനു മുമ്പൊരു പഴയ ചാപ്റ്റർ മറിച്ചു നോക്കാം. പഠിക്കാനെന്നും മുന്നിലായിരുന്നവൻ, കാണാനും തെറ്റില്ലാത്ത സുന്ദരൻ, പെമ്പിള്ളാരെന്നും പുറകിലുണ്ടായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർക്ക് മാക്സിമം കംഫർട്ട് നൽകാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥൻ എന്നും അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. കേശവ പണിക്കരുടെ കാണാൻ അഴകില്ലാത്ത കരമ്പിയായ മകളെ നോട്ടമിട്ടതും പ്രേമിച്ചതും ചാടിച്ചുകൊണ്ടുപോയി കെട്ടിയതും അന്നവളോട് നുണക്കഥകൾ പറഞ്ഞ അനുരാഗ വിവശനായ കാമുകനായിരുന്നില്ല. പണമെന്ന ആയുധം തേടിയിറങ്ങി തിരിച്ച ഭാഗ്യാന്വേഷിയായ സൂത്രശാലിയായിരുന്നു. പണിക്കൊരു പക്ഷെ ഒതുങ്ങിയില്ല. ഒരു കൊച്ചു പിറന്നപ്പോഴെങ്കിലും കരുതി കോംപ്രമൈസ് ചെയ്യാൻ വരുമെന്ന്. വന്നില്ല. പിന്നെ എന്റെ പ്രതീക്ഷ അസ്തമിച്ചു. അപ്പോഴാ സ്കിസോഫ്രീനിക്കായി മാറിയ സത്വത്തെയും മോളെയും പിടിച്ച് ഞാൻ പുറത്തേക്കെറിഞ്ഞത്. തുടങ്ങിയേനെ മോനെ പുതിയ ജീവിതം. കൊള്ളാവുന്ന വകയാ തന്തക്കഴിവേറി മകളുടെ പേർക്ക് എഴുതി വെച്ചിട്ട് ചത്തിരുന്നെങ്കിൽ. ഇല്ലടോ, അവിടെയും പണിക്കൊരു പണി ഒപ്പിച്ചു. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ രത്നം ചുരുക്കം മനസ്സിലായല്ലോ. അവളും മോളും, അത് ഞാൻ മറന്നു കഴിഞ്ഞു. ലാഭമില്ലാത്ത ഒരു കണക്കും ഞാൻ ഓർത്തു വയ്ക്കാറില്ല. ഇതിനെ ചൊല്ലി ഇനിയൊരു ഡിബേറ്റില്ല. എവിടെങ്കിലും പോയി പിഴച്ചോളാൻ പറയണം. എന്നെ തേടി വരരുത്. നിന്നെ പോലുള്ള ദൂതന്മാരെ അയക്കരുത്. പോ. സാറിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? എന്നേ ചത്തു. താനെന്താ അങ്ങനെ ചോദിച്ചത്? ഈ സൈസ് പുള്ളികളെ വിളിക്കുന്ന ഒരു നാട്ടുപേരുണ്ട്, തന്തയില്ലാത്തവൻ. തന്തയും തള്ളയും ഇല്ലാത്ത ശൂന്യതയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവില്ലടോ. അപ്പോ ഒരു തന്തയില്ലാത്തവനെ നിർമ്മിച്ച 2 ജന്തുക്കളെ കണ്ടെന്ന് പറയാനായിരുന്നു. വല്ലാത്ത ചെയ്ത്തായി പോയി കേട്ടോ ഒന്ന്. ഞാനും വിവേകമാണ് വിട്ടികൾ. അമ്മയുടെ സ്റ്റാൻഡായിരുന്നു ശരിയെന്ന് നമുക്ക് ബോധ്യമാവാൻ അതിനാണ് ഈ മീറ്റിംഗ് ഗുണം ചെയ്തത്. പ്രതീക്ഷയുണ്ടായിട്ടല്ല, എങ്കിലും വിവേകിന്റെ നല്ല മനസ്സ്, നല്ലത് നടന്നു കാണാനുള്ള ആഗ്രഹം, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ആ അച്ഛന്റെ മകളായി ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ. ഐ ഹേറ്റ് ഹിം. അയാളെ ഓർത്ത് പാഴാക്കാൻ ഒരു തുള്ളി കണ്ണീരില്ല എന്റെ ഉള്ളിൽ. ആ മനുഷ്യന്റെ ട്രൂ കളേഴ്സ് മറ്റാരെക്കാളും അറിയാം എനിക്ക്. ഒരു ചില്ലിപ്പണം മകൾക്കായി നീക്കി വെക്കാതെ മരണത്തിന് തൊട്ടു മുമ്പും വാശി കാണിച്ച അച്ഛനോട് പോലും അമ്മയ്ക്ക് ഇല്ല, ഒട്ടും ദേഷ്യമില്ല. അച്ഛനറിയാം സിദ്ധാർത്ഥനെ. ആ പണത്തിനു വേണ്ടി ഞങ്ങളെ കൊല്ലാനും അയാൾ മടിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെയാവും അങ്ങനെ ഒരു തീരുമാനം. അത് ഭാഗ്യായി. ഇനി കാണണ്ടല്ലോ ഒരു നാളും അയാളെ. ഒരു കുട്ടികളെ പോവാം. മിശിഹാതമ്പുരാന് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും. മേരിക്കുട്ടി എന്നതാ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്നതാ? ഒരു ക്ഷീണം പോലെ തോന്നിയിട്ട് കിടന്നതാ. വയസ്സായില്ലയോ അച്ചോ? വയസ്സാവുന്നു അല്ലയോ. അപ്പൊ ഇങ്ങനെ ഒരു അഗതി മന്ദിരത്തിലൊന്നും അല്ല കഴിയേണ്ടത്. നല്ല ശുശ്രൂഷയും പരിചരണവും ഒക്കെ കിട്ടണം. അതിന് തലേ വരച്ചത് നേർക്കാവണം. അച്ഛൻ എന്നാ ഈ വഴിക്ക്? നമ്മുടെ പെഴുവേലിയിലെ കുഞ്ഞിന്റെ മോളെ ഇങ്ങോട്ടാ കെട്ടിച്ചു വിട്ടെ. അവൻ പോലീസിലാ.
അവനേതാണ്ട് ചെകുത്താൻ കയറിയ പോലെ വെള്ളമടിച്ചേച്ചു വന്ന് കൊച്ചിനെ ഇടിയും തൊഴിയും. കുഞ്ഞും പെമ്പിളയും വന്ന് നിന്ന് കരച്ചിലും പിടിച്ചിലും അവനെ തപ്പി ഇറങ്ങിയതാ. കിട്ടിയില്ല. ഒരു പോലീസുകാരനെ തല്ലി എന്നുള്ള ബഹുമതി കൂടി കിട്ടിയേനെ. കൈ തടഞ്ഞിരുന്നേ. ആ, ഞാൻ തനിച്ചല്ല, ഞാൻ ജോസിന്റെ കാറിലാ വന്നേ. നമ്മുടെ ജോസേ, അവൻ മിനിയാൻ നാട്ടിലെത്തി. ഏത് ജോസാ? മേരിക്കുട്ടിയുടെ ഇളയ പുത്രൻ. എടാ ജോസ് മോനെ, ഇനി കേറി വാ. ജോസ് അമ്മച്ചിയെ കാണാൻ വരെ ഇരിക്കുകയായിരുന്നു. എന്നതിനാ? ചത്തോന്നറിയാനോ? ഞാൻ പറഞ്ഞില്ലേ അച്ചോ, നാക്ക് വളച്ച ഇങ്ങനെ പറയൂ. ഞാൻ അമ്മച്ചിയെ കൊണ്ടുപോകാൻ വന്നതാ. എങ്ങോട്ടാടാ? സ്വർഗരാജ്യം എനിക്ക് നിഷേധിക്കപ്പെടും. നിന്നെയൊക്കെ പെറ്റുപോറ്റിന്നൊരു കുറ്റം കൊണ്ട്. ഇവനെ പള്ളിത്തോട്ടി പണിയുന്ന വീടിന്റെ കുടിയിരിപ്പായി. ഇനിയുള്ള കാലം മേരിക്കുട്ടി അവിടെ കഴിയണമെന്നാ ഇവന്റെ ആഗ്രഹം. എടാ, അതങ്ങ് വ്യക്തമായി പറഞ്ഞു കൊടുറാ. വേണ്ടച്ചോ, കൂടുതൽ വ്യക്തമാക്കണ്ട. ഇവൻ പുതിയതായി കെട്ടിയ മാളിയേക്ക് കാവല് കിടക്കാൻ ഒരാള് വേണം. അതിനിറങ്ങിയിരിക്കല്ലേ? എനിക്കിപ്പോ സൗകര്യപ്പെടുകയല്ല. ദേ അമ്മച്ചി ഇത് പൂട്ടാൻ പോവാ, പിന്നെ എങ്ങോട്ട് പോകുന്ന? ദൈവം തമ്പുരാൻ ഒരിടം വിധിച്ചിട്ടുണ്ടാവും നിവർന്നു കിടന്ന് ചാവാൻ. അതെവിടെയായിരുന്നാലും എന്റെ കുഞ്ഞുങ്ങൾ അറിയണ്ട. എനിക്കൊന്ന് കിടക്കണം. വേറൊന്നുമില്ലല്ലോ അച്ചു. ആ, മേരിക്കുട്ടിയോടാവുമ്പോ തർക്കിച്ചിട്ട് ഗുണമില്ല. ഒന്ന് ആലോചിക്ക്. ഇടയ്ക്ക് ഞാൻ ഈ വഴി വരും. അമ്മച്ചി പൊയ്ക്കോ. പിള്ളേരൊക്കെ സുഖായിരിക്കുന്നു. ഞാൻ കത്തിടാമെന്ന് പറ നിന്റെ പെമ്പറന്നവരോട്. മേരിക്കുട്ടിയെ പോകാറുന്നില്ലേ? മുങ്ങാൻ പോകുന്ന വള്ളത്തിന്ന് ആദ്യമേ ചാടായിരുന്നില്ലേന്ന് അല്ലേ? ഇല്ല മാനേജരെ, എനിക്കത് വയ്യ. ഇവിടുള്ള കൂടപ്പിറപ്പുകളെ മറന്നിട്ട് കിട്ടാൻ പോണത് സ്വർഗരാജ്യമാണെങ്കിലും എനിക്കത് വേണ്ട. കരുണാലയം, അവിടെ ജാനകി എന്നൊരു സ്ത്രീ താമസിക്കുന്നുണ്ടോന്നറിയാനാ. അഖില എന്നവളുടെ മോളാവും. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. യെസ്, ഇവിടെ ഉണ്ട്. ആരാ? ഞാൻ ഹലോ ഹലോ. இன்னும் எத்தனை வருஷம் இருக்கு? ஆயிடுச்சு இல்லையா டைம்? ശിഷ്ടകാലം ഗുരുവായൂരിലെയോ കൊല്ലൂരിലെയോ പോയി കിടக்கலாம். അங்கே കിടന്ന് ചാവ വേണ്ടിയതാണ്. പ്രായത്തിന്റെയും അനുഭവിച്ച വേദനകളുടെയും സാമ്യം നമുക്കുണ്ടാവുമെങ്കിലും ഒരുമിച്ച് കിടക്കാൻ അമ്പലവും പള്ളിയും ഇടം തരില്ല. അവിടെയും പേരും പേരിന്റെ കൂടെയുള്ള വാലും നോക്കിയല്ലേ പ്രവേശനം. സ്വന്തം വീടും പുരയിടും 6 മാസത്തിന് മുമ്പാ വകയിലൊരു ബന്ധത്തിലുള്ള പെങ്കൊച്ചിനും ഭർത്താവിനും കൂടെ എഴുതി കൊടുത്തത്. അതുവരെ അമ്മായിന്ന് തികച്ചു വിളിക്കാത്ത പിള്ളേര് പ്രമാണം എഴുതിയതിന്റെ അന്ന് തൊട്ട് ഒരു കത്തോ വിളിയോ പേടിച്ചിട്ടാവും ഇനി ഞാനെങ്ങാനും കൂടെ പുറക്കാൻ ചെല്ലുവന്നു. മാനേജർ സാറേ ഒന്ന് വരണേ. എന്താ ചേട്ടത്തിയെ? ആ 25 lakhs ഏതാണ്ടായോ? ആയി വരുന്നു. ഒരു നോട്ടടി മെഷീൻ നോക്കാൻ പോയിട്ട് വരിക. കൊള്ളില്ല, കൊറിയൻ മോഡലാ. നല്ല ജാപ്പനീസ് കിട്ടുമെന്ന് സെർച്ച് ചെയ്തോണ്ടിരിക്കുക. കിട്ടിയ ഉടനെ അടി തുടങ്ങും. ഇപ്പോഴും സാറിന്റെ ആത്മവിശ്വാസത്തിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല അല്ലേ? ഹേ, കൂടി വരികയല്ലേ. നോക്കിക്കോ, ആകാശത്ത് നിന്ന് ദേവദൂതൻ ഇറങ്ങി വന്ന് എന്റെ കയ്യിലോട്ട് വെച്ച് തരും ഒരു ബ്ലാങ്ക് ചെക്ക്. വണ്ടിച്ചക്കാവും. ഒരു വണ്ടി പണം അക്കൗണ്ടിലുള്ളവന്റെ ചെക്കായിരിക്കും. പിള്ളേര് ഇളം വെയിൽ കൊണ്ടിരി, കുറച്ച് പണിയുണ്ട്. ഈ മോനെ കിട്ടിയതിന് കാരണം ആ ഏറാടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ആ ഏഭ്യനോടുള്ള കലി കുറയുന്നത്. വിവേക്, യെസ്, അയാൾ റെഡിയാ. വെരി യങ്. നിൽക്കട്ടെ, നമുക്കാദ്യം ടെസ്റ്റ് അങ്ങ് നടത്താം. പെട്ടെന്ന് തീർക്കാതെല്ലാം. ഇരിക്കെ, ടൈമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വാ. ശരിയെന്നു. യെസ്, റെഡി. ക്ലയൻസ് ഒക്കെ വിട്ടോ? 2-3 മീറ്റിംഗ് ആയിട്ട് കാണുന്നില്ല. ഓരോ തിരക്കിലായിരുന്നു. ഡോക്ടർ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പറയാം. നിങ്ങളുടെ ഫാമിലി വർക്ക് ചെയ്യുന്നൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ഹിസ് നെയിം? യെസ്, വിവേക്. ഉവ്, അവനിപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോണത് കണ്ടു. കറക്റ്റ്.
നമ്മൾ തമ്മിലുള്ള കണക്ഷൻ അയാൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇയാൾക്ക് റിലേറ്റീവ്സ് ആരുമില്ലേ? അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞു. മറ്റു ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടോന്ന് എന്തോ കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്താ കാര്യം? അയാൾക്ക് വല്ല അസുഖവും? നോ, ഈസ് ഓൾ റൈറ്റ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പള്ളത്തറ ജ്വല്ലർ ഫിലിപ്പിനെ അറിയില്ലേ? ഫിലിപ്പിന്റെ ബ്രദർ അച്ഛൻ കുഞ്ഞിന്റെ 2 കിഡ്നിയും പോയി കിടക്കുക. ഞങ്ങളൊരു ഡോണറെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ ഈ പയ്യൻസ് ഒന്ന് റെഡിയാണെന്ന് പറയുന്നത്. കാശ് കുറച്ച് കൂടുതലാ ചോദിക്കുന്നത്. ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, ഒരു ഡോണറെ കിട്ടാനുള്ള പാട്. പണം ഫിലിപ്പിന് പ്രശ്നമല്ല, ഇതിന്റെ ഫോർമാലിറ്റീസ് തീർക്കാനാ പാട്. ഒരു കണക്കിന് സങ്കടമാണ്. പണത്തിനുള്ള അത്യാവശ്യം കൊണ്ട് കൊച്ചു പയ്യന്മാരൊക്കെ ഈ സാഹസത്തിന് മുതിരാന്ന് പറഞ്ഞു. നല്ല ബെസ്റ്റ് വീട്. ഇതിന്റെ അത്ര തന്നെ വലുപ്പമുണ്ട്. വീടും ചുറ്റുപാടും ഒന്ന് കാണണം. നല്ല സ്റ്റൈലിനൊരു ഗാർഡൻ ഉണ്ട്, പിന്നിലൊരു കുളം. അതൊക്കെ ശരി, പക്ഷേ എത്ര ലക്ഷമാണ് പകുതി? 5 lakhs. അതെവിടെ ഉണ്ട്? അത് പറ. 2 ലക്ഷം ഏറാടി എനിക്ക് തരാനുണ്ട്. പോയിട്ട് 3. അതെവിടുന്ന? നമ്മകിட்ட இருக்கிற പണവും പൊന്നും എല്ലാം പൊറുക്കി എടുത്താ എவ்வளோ വരും? ബാങ്കിൽ ഒരു 50 കൂടുതൽ കാണും. അത് മുഴുവനും എടുക്കാം. നാണവും മാനവും നോക്കാതെ ഞാൻ എന്റെ പിള്ളേരുടെ മുമ്പിൽ കൈ നീട്ടിയാലോ? വേണ്ട. സ്വന്തം അമ്മ മക്കളോട് പണം ചോദിക്കുന്നത് അത്ര വലിയ നാണം കെട്ട കാര്യമൊന്നും അല്ലെങ്കിൽ അത് വേണ്ട. വഴി വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 5 ലക്ഷം പകടി എന്ന് പറയുന്നത് വല്ലാത്തൊരിടപാടായി പോയി. എന്റെ ചേട്ടത്തി അതുകൊണ്ട് വാടക 3-1 ചോദിക്കുന്നുള്ളൂ. ഇരിക്കട്ടെ വിവേക്, നീ എന്നെ വഴി പാത്തിരിക്കായ്? കിഡ്നി വിൽക്കാം. സ്വന്തം കിഡ്നി മുറിച്ച് വിൽക്കാനുള്ള കച്ചവടം ഉറപ്പിച്ചു വന്നിരിക്കല്ലേ അവൻ. അതല്ലേ അവൻ കണ്ട വഴി. എന്താ സത്യല്ലേ? കിഡ്നി വിൽക്കാനോ? അതെ, 2 കിഡ്നിയും പ്രവർത്തിക്കാത്തതായ ഒരാളിന് നല്ല വില ചോദിച്ച് ഇവൻ ഡീൽ ഉറപ്പിച്ചിരിക്കുക. ഈ അമ്മമാരെ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഒരു വീട് സംഘടിപ്പിക്കാൻ. സത്യമാണോ വിവേകേ? എടാ നിന്നോട് ചോദിച്ചത്. അത് അങ്ങനെ 2 സ്ഥിതിക്ക് ഒന്നിപ്പോഴും കൊടുത്താലെന്താ? അവർക്കൊരു ഉപകാരമായി നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സ്വന്തം ജീവൻ കൊണ്ട് കളിക്കുക നീ. അതും ആർക്കും വേണ്ടാതെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന ശാപം കിട്ടിയ കുറെ ജന്മങ്ങൾക്ക് വേണ്ടിട്ടോ? വേണ്ടട മോനെ. கொஞ்சம் விஷம் போறண்டா, நாங்க எல்லாரும் சந்தோஷமா சாப்பிட்டு முடிச்சிருவோம். யாருக்கும் ஒரு தொல்லையும் வேண்டாம். ഏറാടെ വന്നു കയറിയ നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഈ ചെറുക്കൻ നാളെ പണി പറ്റിച്ച് കളയുമായിരുന്നല്ലോ. അത് നടക്കില്ല. ഞാനത് മുടക്കി. അവർക്ക് വേറെ ആളിനെ കിട്ടുകയും ചെയ്തു. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉദ്രവിച്ചോളണം. നിങ്ങളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? യാത്ര പറയാൻ വന്നതാ. ഇവിടുത്തെ അമ്മമാരോടും നിന്നോടും. പെറ്റ തള്ളയെ നെഞ്ചിന് ചവിട്ടിക്കൊല്ലുന്ന മക്കളുള്ള നാട്ടിൽ ആരുടെ അമ്മമാരെ, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത അമ്മമാരെ ഇത്രയും സ്നേഹിക്കുന്ന അവർക്കൊരു കൂരയുണ്ടാവാൻ ഇതുപോലൊരു ത്യാഗത്തിനൊരുങ്ങിയ നിന്നെ കണ്ട് യാത്ര പറയാതെ പോവാൻ വയ്യല്ലോ മോനെ. ഒരുപാട് പരീക്ഷണങ്ങൾ ദൈവം എന്നോട് കാട്ടിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒടുവിൽ നിന്റെ രൂപത്തിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്മ ചെയ്ത് ജീവിക്കടോ ഏറാടി എന്ന് പറയാൻ. നാളെ രാവിലെ ഞാൻ അയക്കുന്ന ആരെങ്കിലും വരും. അവരുടെ കയ്യിൽ ഈ സ്ഥലം നിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്തതിന്റെ ആധാരമുണ്ടാവും. നീയാവും ഈ സ്ഥലം വിൽക്കാൻ പോകുന്നത്. എന്റെ കടങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കാം. അതെല്ലാം തീർത്താലും ബാക്കി കാണും. നിനക്ക് നിന്റെ അമ്മമാരെയും കൊണ്ടുപോവാം ഒരു കിടപ്പാടത്തിലേക്ക്. ദേഹം മുറിച്ചെടുത്ത് കിട്ടുമെന്ന് കരുതിയതിലും എത്രയോ കൂടുതൽ നിന്റെ കയ്യിൽ കിട്ടും. നിനക്ക് നല്ലതേ വരൂ. ഈ അമ്മമാരുടെ പ്രാർത്ഥന കേൾക്കാത്ത ഈശ്വരനുണ്ടെങ്കിൽ അതിനെ പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. എന്നെങ്കിലും എന്റെ മരണവാർത്ത അറിഞ്ഞ് കഴിയുമെങ്കിൽ നീ വരണം. ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കർമ്മ ചെയ്യും. അപേക്ഷ സ്വർഗം കിട്ടും. നിന്റെ കൈ ഉണ്ടാവുന്നു. പഴയ സംഭവങ്ങളുടെ പേരിൽ ഞങ്ങളോട് വിരോധമൊന്നുമില്ലാന്ന് കരുതട്ടെ. ഇല്ല. വിവേക് സാറിന്റെ കോപ്പറേഷൻ ഉണ്ടാവണം. നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണേല് ഞങ്ങളുടെ സൈഡിൽ എല്ലാം റെഡിയാണ്. രജിസ്ട്രേഷൻ ഡേറ്റിന് മുമ്പ് ഫുൾ സെറ്റിൽമെന്റ് നടത്താം. പറഞ്ഞാൽ മതി. അതെ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ളതാണ്. നമുക്ക്
പരസ്പര ധാരണയോടെ തന്നെ മുന്നോട്ട് പോവാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്.